പയ്യന്നൂരിൽ കൊല്ലപ്പെട്ട ധനരാജുമായി ടി.ഐ. മധുസൂദനന് നല്ല ബന്ധമുണ്ടായിരുന്നുവെന്നും ആ ബന്ധം തകർന്നതിനു ശേഷമാണ് ധനരാജ് കൊല്ലപ്പെട്ടതെന്നും ബി.ജെ.പി. കണ്ണൂർ നോർത്ത് ജില്ലാ പ്രസിഡന്റ് കെ വിനോദ് കുമാറാണിത് പറഞ്ഞത്. പയ്യന്നൂരിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ധനരാജിന്റെ പേരിൽ കോടിക്കണക്കിന് രൂപയാണ് CPM പിരിച്ചെടുത്തതെന്ന് വിനോദ് കുമാർ പറഞ്ഞു. ആ ഫണ്ടിൽ നിന്ന് ലക്ഷക്കണക്കിന് രൂപയാണ് CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ടി.ഐ. മധുസൂദനൻ അടിച്ചെടുത്തത്. CPMന്റെ ഏരിയ കമ്മിറ്റി ഓഫീസ് എടുത്തത് കോടിക്കണക്കിന് രൂപ പിരിവെടുത്താണ്. ആ നിർമ്മാണ ഫണ്ടിലേക്ക് CPMന്റെ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവരിൽ നിന്ന് ഒരു മാസത്തെ ശമ്പളമാണ് പിടിച്ചെടുത്തതെന്നും വിനോദ് കുമാർ പറയുന്നു. അങ്ങനെ ലഭിച്ച 70 ലക്ഷം രൂപ കണക്കിൽ വന്നിട്ടില്ല. ഇത് പറഞ്ഞത് CPM ജില്ലാ കമ്മിറ്റി അംഗമാണ്. തെരഞ്ഞെടുപ്പ് ഫണ്ടിലും വലിയ ക്രമക്കേട് നടത്തിയിട്ടുണ്ട്. ഏകദേശം 1.10 കോടി രൂപയുടെ അഴിമതിയാണ് നടന്നതെന്നും വിനോദ് കുമാർ ആരോപിച്ചു. ധനരാജ് മധുസൂദനും തമ്മിലുള്ള ബന്ധം എങ്ങനെയായിരുന്നു താങ്കൾക്കറിയോ? ധനരാജും മധുസൂദനും തമ്മിൽ നല്ല ബന്ധത്തിലായിരുന്നു. മനസ്സാക്ഷി സൂക്ഷിപ്പുകാരാണ് ധനരാജ് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. എപ്പോഴാണ് അവർ തമ്മിൽ തെറ്റിയത്? ധനരാജും മധുസൂദനും തമ്മിൽ പാർട്ടിയുടെ പയ്യന്നൂർ ഏരിയ കമ്മിറ്റി ഓഫീസിൽ വെച്ച് പലതവണ വാക്കേറ്റം ഉണ്ടായതായി നാം കേൾക്കുന്നു. കയ്യാങ്കലുണ്ടായി നാം കേൾക്കുന്നു. ഇവർ തമ്മിൽ എന്ത് എഗ്രിമെന്റിന്റെ അല്ലെങ്കിൽ ഏത് കരാർ ലംഘിക്കപ്പെട്ടപ്പോഴാണ് ഇവർ തമ്മിൽ പരസ്പരം ശത്രുക്കളായി മാറിയത്? ധനരാജിന്റെ കൊലപാതകം, ആ കൊലപാതകത്തിൽ BJPക്ക് പങ്കില്ലെന്ന്, RSSന് പങ്കില്ലെന്ന് ഞങ്ങൾ അന്നേ പറഞ്ഞതാണ്. പക്ഷേ പ്രതികളാക്കപ്പെട്ടത് RSSന്റെ BJPയുടെ പ്രവർത്തകന്മാരാണ്. അദ്ദേഹം കൊല്ലപ്പെട്ട സാഹചര്യങ്ങളെ കുറിച്ച് പോലീസ് സത്യസന്ധമായി അന്വേഷിക്കൂ. ധനരാജും മധുസൂദനും തമ്മിൽ അവർ തമ്മിലുള്ള ബന്ധം തകർന്നതിന് ശേഷമാണ് ധനരാജ് കൊല്ലപ്പെടുന്നത്. അന്ന് ഞങ്ങൾക്ക് ആ സംഭവത്തിൽ പങ്കില്ലെന്ന് ഞങ്ങൾ അത് പറഞ്ഞതാണ്. ആ സംഭവം ബിജെപിയുടെ കാര്യമായ 2 നേതാക്കന്മാരെയാണ് അവർ കൊലപ്പെടുത്തിയത്. BMSന്റെ നേതാവ് CK രാമേന്ദ്രനെ, RSSന്റെ നേതാവ് ചൂരിക്കാട് ബിജുവിനെ. RSSന്റെ കാര്യാലയം തകർത്തു പയ്യന്നൂരിൽ. മധുസൂദനന്റെ ആസ്തിയെക്കുറിച്ച് വിജിലൻസ് അന്വേഷണം നടത്തണം. മധുസൂദനന് ഒരു കൊട്ടേഷൻ സംഘമുണ്ട്. അവരെ ഉപയോഗിച്ചാണ് പയ്യന്നൂരിൽ BJP പ്രവർത്തകർക്കെതിരെ വ്യാപകമായി ആക്രമണം നടത്തിയത്. പാർട്ടി തലത്തിലുള്ള അന്വേഷണമല്ല വേണ്ടത്. ക്രമക്കേട് സംബന്ധിച്ച് വിജിലൻസ് അന്വേഷണമാണ് വേണ്ടതെന്നും വിനോദ് കുമാർ പറഞ്ഞു. ഗ്രാമിക ന്യൂസ്, കണ്ണൂർ.